നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആധുനിക പീരിയോഡിക് ടേബിളിൽ വരുന്ന 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നത് പറഞ്ഞു, SPDF. അതിനകത്ത് S ബ്ലോക്കിൽ വരുന്ന 1ഉം 2ഉം ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ നെക്സ്റ്റ് നമ്മൾ P ബ്ലോക്കിലേക്ക് വന്നു. P ബ്ലോക്കിലെ 13ാം ഗ്രൂപ്പ് എലമെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ P ബ്ലോക്കിലെ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 14ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറേവിയം. അങ്ങനെ 14ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറേവിയം. ഇതിൽ നോക്കാം, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാണ്? കാർബണിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഏതാണ്? കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നു. അപ്പൊ കാർബൺ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാണ്? 14ാം ഗ്രൂപ്പ്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഈ കാർബൺ പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിലും സംയോജിത രൂപത്തിലും കാണപ്പെടുന്നുണ്ട്. ഈ സ്വതന്ത്രാവസ്ഥയിൽ മൂലകാവസ്ഥയിൽ കാണപ്പെടുന്നത് കൽക്കരി, ഗ്രാഫൈറ്റ്, വജ്രം എന്നിവയ്ക്കാണ് മൂലകാവസ്ഥയിൽ കാണപ്പെടുന്നത്. ഇനി കാർബൺ സംയോജിതാവസ്ഥയിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ലോഹ ഹൈഡ്രേറ്റുകൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയൊക്കെ കാർബണിന്റെ സംയോജിത അവസ്ഥയാണ്. അപ്പോൾ കാർബൺ പ്രകൃതിയിൽ എങ്ങനെയാണ്? സ്വതന്ത്ര അവസ്ഥയിലും സംയോജിത അവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്. മൂലകാവസ്ഥയിൽ എങ്ങനെയാണ്? കൽക്കരി, ഗ്രാഫൈറ്റ്, വജ്രം എന്നിവയൊക്കെ മൂലകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ്. എന്നാൽ സംയോജിത അവസ്ഥയിൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ലോഹ കാർബണേറ്റുകള്, ഹൈഡ്രോ കാർബണുകൾ എന്നിവയ്ക്ക് അതിന്റെ സംയോജിത അവസ്ഥയാണ് കാർബണിന്റെ. ഓക്കെ, ഇനി നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? നോട്ട് ചെയ്യുക, 0.03% ആണ്. അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 0.03% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം ഏതാണ്? കാർബൺ. ഓർത്തു വയ്ക്കുക, എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകമാണ് ഏത്? കാർബൺ എന്ന് പറയുന്നത്. ഇനി കാർബണിന്റെ 3 ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അപ്പൊ കാർബണിന്റെ 3 ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. നോക്കുക, ഈ കാർബൺ 12, കാർബൺ 13 എന്നിവയൊക്കെ സ്ഥിരതയുള്ളതാണ്. ഓക്കെ, സ്ഥിരമായിട്ട് കാണപ്പെടുന്ന കാർബണിന്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ 12ഉം കാർബൺ 13ഉം. അല്ലെങ്കിൽ സ്ഥിരതയുള്ള കാർബണിന്റെ ഐസോട്ടോപ്പാണ് കാർബൺ 12ഉം കാർബൺ 13ഉം. എന്നാൽ കാർബൺ 14 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവതയുള്ള കാർബണിന്റെ ഐസോട്ടോപ്പ്. റേഡിയോ ആക്റ്റീവതയുള്ള കാർബണിന്റെ ഐസോട്ടോപ്പാണ് ഏത്? കാർബൺ 14. ഈ കാർബൺ 14 റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. അപ്പൊ ചോദിക്കാം, റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്റ്റീവതയുള്ള കാർബണിന്റെ ഐസോട്ടോപ്പാണ് ഏത്? കാർബൺ 14. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പും ഏത് തന്നെയാണ്? കാർബൺ 14. ഓക്കെ, ഇനി ഭൂവൽക്കത്തില് രണ്ടാമതായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ഭൂവൽക്കത്തില് രണ്ടാമതായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ആണ്. സിലിക്കൺ എന്തിനാണ്? സിമെന്റ്, ഗ്ലാസ്, സെറാമിക്കുകൾ എന്നിവയുടെ പ്രധാന ഘടകമാണ് സിലിക്കൺ. സിമെന്റ്, ഗ്ലാസ്, സെറാമിക്കുകൾ എന്നിവയുടെ പ്രധാന ഘടകമാണ് സിലിക്കൺ. ഓക്കെ, ഈ സിലിക്കൺ, ജർമേനിയം എന്നിവ അർദ്ധചാലകങ്ങളും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ചോദിക്കാം, ഈ താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധചാലകങ്ങളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മൂലകങ്ങളാണ്? സിലിക്കണും ജർമേനിയവും. സിലിക്കൺ, ജർമേനിയം എന്നിവ അർദ്ധചാലകങ്ങളും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററുകളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ,
ഇനി നമ്മൾ കാർബണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് കാർബണിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ കാർബൺ മാത്രമല്ല ഈ ഗ്രൂപ്പിൽ മൊത്തം പറയാം. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കാർബണെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി 14ാം ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കാർബണിന്റെ പറയാം. ഓക്കെ, 14ാം ഗ്രൂപ്പുകാരുടെ സവിശേഷതകൾ. അപ്പൊ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറേവിയം. ഇതില് നമ്മൾ ഏതൊക്കെ അറിയപ്പെടുന്ന? കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നു. ഇതിൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് NS2 NP2 ആണ്. ബാഹ്യതമ ഷെല്ലിലെ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? NS2 NP2 ആണ്. NS2 NP2. ഇവയൊക്കെ എങ്ങനെയാണ്? 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം ഖരങ്ങളാണ്, അപ്പോൾ സോളിഡ് ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണം. 14ാം ഗ്രൂപ്പിലെ ഇലമെന്റ്സുകളൊക്കെ എങ്ങനെയാണ്? ഖരങ്ങളാണ്. ഇതില് സിലിക്കണും കാർബണും സിലിക്കണും ഒരു അലോഹമാണ്. കാർബൺ, സിലിക്കൺ എന്നിവ ഒരു അലോഹമാണ്. ജർമേനിയം ഉപലോഹം. ജർമേനിയം ഉപലോഹത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ചോദിക്കാം 14ാം ഗ്രൂപ്പിൽ വരുന്ന അലോഹങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ 14ാം ഗ്രൂപ്പിൽ വരുന്ന ഉപലോഹം ഏതാണ് അല്ലെ? അപ്പോ എന്താ പറഞ്ഞത്? കാർബണും സിലിക്കണും അലോഹവും, പിന്നെ ജർമേനിയം എന്ന് പറയുന്നത് ഒരു ഉപലോഹവുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് ടിന്നും ലെഡും. ടിന്നും ലെഡും ദ്രവണാങ്കം കുറഞ്ഞ മൃദുലോഹമാണ്. ടിന്നും ലെഡും ദ്രവണാങ്കം കുറഞ്ഞ മൃദുലോഹങ്ങളാണ്. പിന്നെ നമ്മൾ 13ാം ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഈ 14ാം ഗ്രൂപ്പുകാർക്ക് താഴ്ന്ന നോക്കുക, ദ്രവണാങ്കവും അതുപോലെ തന്നെ തിളനിലയും കൂടുതലാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 13ാം ഗ്രൂപ്പ് ഇലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ 14ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് എങ്ങനെയാണ്? ദ്രവണാങ്കവും തിളനിലയും കൂടുതലായിരിക്കും. ദ്രവണാങ്കവും ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും അല്ലെ? ദ്രവണാങ്കവും തിളനിലയും എങ്ങനെയാണ്? കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇവർക്കിടെ 14ാം ഗ്രൂപ്പ് ഇലമെന്റ്സിന്റെ ബാഹ്യതമ ഷെല്ലില് ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോട്ട് ചെയ്യണം. ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിരിക്കും. 4. ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 4. പിന്നെ ഇവര് 14ാം ഗ്രൂപ്പ് മൂലകങ്ങള് ഏതൊക്കെയാണ്? +4, +2 എന്നീ ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. എത്രയാണ്? +4, +2 എന്നീ ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. എന്നാൽ കാർബൺ, ശ്രദ്ധിക്കുക, കാർബൺ ഒരു നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകമാണ്. കാർബൺ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ്. ഇങ്ങനെ ഇവിടെ പറയുന്ന നമ്മുടെ ചെറിയ ചെറിയ പോയിന്റ്സിൽ നിന്ന് വരെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന 14ാം ഗ്രൂപ്പിലെ മൂലകം ഏതാണ്? കാർബൺ ആണ്. കാർബൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്ന 14ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു ഇലമെന്റ് ആണ്. ഓക്കെ, ഇനി ഈ 14ാം ഗ്രൂപ്പിലെ മൂലകങ്ങളെ ഓക്സിജനിൽ ചൂടാക്കിയാൽ ഓക്സൈഡുകൾ ലഭിക്കുന്നു. എന്താണ്? ഓക്സിജനിൽ 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഓക്സിജനിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ്? ഓക്സൈഡുകൾ ലഭിക്കുന്നു. പിന്നെ ഇതിനകത്ത് വരുന്ന കാർബണും സിലിക്കണും ജർമേനിയം ഇവ ജലവുമായി പ്രതിപ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഏതൊക്കെയാണ് ജലവുമായി പ്രതിപ്രവർത്തിക്കാത്ത ഇലമെന്റ്സ്? കാർബൺ, സിലിക്കൺ, ജർമേനിയം. കാർബൺ, സിലിക്കൺ, ജർമേനിയം എന്നിവ ജലവുമായി പ്രതിപ്രവർത്തിക്കുന്നില്ല. ഇനി നോക്കാം ടിന്ന്. ടിന്ന് പറഞ്ഞ മൂലകം നീരാവിയെ വിഘടിപ്പിച്ച് ഡയോക്സൈഡുകളും ഡൈഹൈഡ്രജനും രൂപീകരിക്കുന്നു. ടിന്നിന്റെ പ്രതീകം നോക്കിയേ, SN ആണ്. ടിൻ എന്ന് പറയുന്നത് SN. ടിൻ നീരാവിയെ വിഘടിപ്പിച്ച് ഡയോക്സൈഡുകളും അതുപോലെ തന്നെ ഹൈഡ്രജനും രൂപീകരിക്കുന്നു. ഓക്കെ, ഏറ്റവും കൂടിയ അസിഡിക്കായ ഡയോക്സൈഡുകൾ രൂപീകരിക്കുന്ന മൂലകമാണ് കാർബൺ. എന്താണ്? ഏറ്റവും കൂടിയ അസിഡിക്കായ ഡയോക്സൈഡുകൾ ഉണ്ടാക്കുന്ന
ഒരു മൂലകമാണ് കാർബൺ. ഡയോക്സൈഡ് നിർമ്മിക്കുന്ന മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കാർബൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കാർബൺ കുടുംബം എന്ന് പറയുന്നത് ഈ 14 ഗ്രൂപ്പിൽ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കാർബണിന്റെ ഒത്തിരി പോയിന്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കാം 14 ഗ്രൂപ്പിലെ അർദ്ധചാലകമായിട്ട് ഉപയോഗിക്കുന്നത്. അർദ്ധചാലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കണും ജർമ്മേനിയുമാണ്. 14 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അർദ്ധചാലകങ്ങളാണ് സിലിക്കണും ജർമ്മേനിയും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു 4 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗ്രൂപ്പ് 14 ഗ്രൂപ്പിലെ മറ്റ് മൂലകങ്ങളിൽ നിന്നും കാർബണെ വ്യത്യസ്തനാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് മൂലകങ്ങളിൽ നിന്നും 14 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മറ്റ് മൂലകങ്ങളിൽ നിന്നും കാർബണിനെ വ്യത്യസ്തനാക്കുന്ന, അല്ലെങ്കിൽ കാർബണിന് മാത്രം വരുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവ സംയോജകത 4നേക്കാൾ കൂടാൻ കഴിയുന്നില്ല. വാലൻസി എന്ന് പറയും അല്ലെ, സംയോജകത 4നേക്കാൾ കൂടാൻ കഴിയില്ല. കാർബണിന്റെ എപ്പോഴും നമ്മളൊരു കാർബൺ ആറ്റം എഴുതി കഴിഞ്ഞാൽ അതിന്റെ സംയോജകത എപ്പോഴും എത്രയാണ്? 4 അല്ലെ. കാർബണിലെ സംയോജകത എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇതിന്റെ സംയോജകത ഒരിക്കലും 4നേക്കാൾ കൂടാൻ കഴിയില്ല. ഓക്കെ, 4നേക്കാൾ കൂടാൻ കഴിയില്ല. അത് കാർബണിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഗ്രൂപ്പിലെ എലിമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കാർബണിന് മാത്രം വരുന്ന ഒരു പ്രത്യേകതയാണ് സംയോജകത 4നേക്കാൾ കൂടാൻ കഴിയുന്നില്ല. നെക്സ്റ്റ്, ഉയർന്ന അയോണീകരണ എൻതാൽപ്പി കാണിക്കുന്നു. ഉയർന്ന അയോണീകരണ എൻതാൽപ്പി കാണിക്കുന്നു. നെക്സ്റ്റ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയാ? ഉയർന്നതായിരിക്കും. ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി മറ്റ് ഇലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്? കാർബണിന് ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും. പിന്നെ ഇത് നോക്കുക, കാർബണിന്റെ വലിപ്പം കുറവായിരിക്കും അല്ലെ. അപ്പൊ ഈ കാർബണിന്റെ വലിപ്പക്കുറവും കാർബണിനെ മാത്രം വെച്ചേക്കുന്ന ഒരു, അല്ലെങ്കിൽ കാർബണിന് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ എന്തൊക്കെയാണ്? സംയോജകത 4നേക്കാൾ കൂടാൻ കഴിയുന്നില്ല, ഉയർന്ന അയോണീകരണ എൻതാൽപ്പി, ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി, വലിപ്പക്കുറവ്. ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാർബണിന് മാത്രമുള്ള ഗുണങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ 14 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇലമെന്റ്സിൽ കാർബണിന്റെ മാത്രം സവിശേഷതകൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ ഈ 4 പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ പഠിക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ്സാണ് ക്യാറ്റിനേഷൻ. എന്താണ്? അല്ലെങ്കിൽ മലയാളത്തിൽ ശൃംഖലനം എന്ന് പറയും. പേരൊന്ന് നോട്ട് ചെയ്യുക. വേർഡ് ക്യാറ്റിനേഷൻ. ക്യാറ്റിനേഷൻ അല്ലെങ്കിൽ ശൃംഖലനം. എന്താണ് ക്യാറ്റിനേഷൻ? സഹസംയോജന ബന്ധനം വഴി ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ചിട്ട് അല്ലെങ്കിൽ ബന്ധിച്ചിട്ട് ശൃംഖലകളും വളയങ്ങളും രൂപീകരിക്കുന്ന ആ ഒരു പ്രവണത കാർബണിനുണ്ട്. ഓക്കെ, സഹസംയോജന ബന്ധനം വഴി ആറ്റങ്ങൾ പരസ്പരം യോജിച്ചിട്ട് ബന്ധിച്ച് ശൃംഖലകളും വളയങ്ങളും രൂപീകരിക്കാനുള്ള ഒരു പ്രവണത ഇത് കാർബണിനുണ്ട്. കാർബണിന്റെ ഈ സ്വഭാവത്തിനാണ് ക്യാറ്റിനേഷൻ അല്ലെങ്കിൽ ശൃംഖലനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ അറിയാം ശൃംഖലകൾ അല്ലെ. അതുകൊണ്ടാണ് ശൃംഖലനം എന്ന് പറയുന്നത്. സഹസംയോജന ബന്ധനം വഴി ആറ്റങ്ങൾ പരസ്പരം ബന്ധിച്ചിട്ട് ശൃംഖലകളും വളയങ്ങളും രൂപീകരിക്കാനുള്ള കാർബണിന്റെ ആ സ്വഭാവത്തിനാണ് ക്യാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ക്യാറ്റിനേഷൻ പ്രകടിപ്പിക്കാത്ത ഒരു മൂലകമാണ് ലെഡ്. അത് നോട്ട് ചെയ്യണം. ക്യാറ്റിനേഷൻ പ്രകടിപ്പിക്കാത്ത മൂലകം താഴെ തന്നിരിക്കുന്നവയിൽ ക്യാറ്റിനേഷൻ പ്രകടിപ്പിക്കാത്ത ഒരു മൂലകം ഏതാണ്? ലെഡ് ആണ്. ക്യാറ്റിനേഷൻ പ്രകടിപ്പിക്കാത്ത മൂലകമാണ് ലെഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ കാർബണിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസസ്. കാർബണിന്റെ യൂസസ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. ബാറ്ററിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിയിലെ ഇലക്ട്രോഡുകളായും പിന്നെ വ്യാവസായിക വൈദ്യുത വിശേഷണങ്ങളും ഈ കാർബൺ ഉപയോഗിക്കുന്നു. അതാണ് ഫസ്റ്റ് വരുന്ന കാർബൺ. ബാറ്ററിയിലെ ഇലക്ട്രോഡായിട്ടും വ്യാവസായിക വൈദ്യുത വിശേഷണങ്ങളിലും കാർബൺ ഉപയോഗിക്കുന്നു. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ്, വിഷവാതകങ്ങളെ ആഗിരണം ചെയ്യാനും ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ഫിൽറ്ററില്ലേ, അതൊരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിലൊക്കെ ദുർഗന്ധങ്ങളും നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് കാർബൺ ഉപയോഗിക്കുന്നു. അപ്പൊ എന്താണ്? വിഷവാതകങ്ങളെ ആഗിരണം ചെയ്യാനും ജൈവ മാലിന്യം നീക്കം ചെയ്യാനും വാട്ടർ ഫിൽറ്ററുകളിലും എയർ കണ്ടീഷണർ സിസ്റ്റത്തിലുമൊക്കെയുള്ള ദുർഗന്ധങ്ങളെ നിയന്ത്രിക്കാനും കാർബൺ ഉപയോഗിക്കുന്നു. അപ്പൊ 2 പോയിന്റായി നമ്മൾ പറഞ്ഞത് കാർബണിന്റെ 2 പോയിന്റ്. പിന്നെ നെക്സ്റ്റ് ആണ് ഈ
കറുത്ത മഷിയിലെ വർണ്ണം, കറുത്ത മഷിയിലെ വർണ്ണമായിട്ടും പിന്നെ മോട്ടോർ വാഹന ടയറുകളിൽ ഇടകലർത്തുന്ന ഒരു വസ്തുവായിട്ടും കാർബൺ ഉപയോഗിക്കുന്ന കാർബണാണ് കരി എന്ന് പറയുന്നത്, കരി. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ടയറുകളുടെയൊക്കെ ഇടയ്ക്ക് വാഹന ടയറുകളിൽ ഇടകലർത്താൻ വേണ്ടിയിട്ടും പിന്നെ കറുത്ത മഷിയിലെ അതിനകത്ത് ആ വർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ്? കരിയാണ്. പിന്നെ ലോഹ സങ്കരണത്തിൽ നിരോക്സികാരിയായും ഇന്ധനമായും ഉപയോഗിക്കുന്ന കാർബണാണ് കോക്ക്. കോക്ക് എന്ന് കേട്ടിട്ടില്ലേ? അത് കോക്കാണ്. ഏതാണ്? ലോഹ സംസ്കരണത്തിൽ നിരോക്സികാരിയായിട്ടും പിന്നെ ഇന്ധനമായിട്ടും ഉപയോഗിക്കുന്നത് ഏതാണ്? കോക്കാണ്, കോക്ക്. ഇനി കാർബൺ, നമ്മൾ പറഞ്ഞു കാർബണിന്റെ 2 ഓക്സൈഡുകളാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ കാർബണിന്റെ 2 ഓക്സൈഡുകൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. ഓക്കെ, കാർബണിന്റെ 2 ഓക്സൈഡുകളാണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. അപ്പൊ നമ്മൾ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 14ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിനകത്ത് കാർബൺ കുടുംബം എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞത് എല്ലാവരും എന്താണ്? ഈ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകൾ നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ എന്താണ് പറഞ്ഞത്? ഈ കാർബണിന്റെ പ്രത്യേകതകൾ, കാർബൺ മറ്റു ഗ്രൂപ്പിൽ നിന്നും കാർബണിനെ മാത്രമായിട്ട് കാണുന്ന ചില കാര്യങ്ങളും 4 പോയിന്റ്സും നമ്മൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പഠിച്ചു. അവിടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, കാറ്റിനേഷൻ പ്രകടിപ്പിക്കാത്ത ഒരു മൂലകമാണ് ഏത്? ലെഡ് എന്ന് പറയുന്നത്. പിന്നെ കാർബണിന്റെ ഉപയോഗങ്ങളും യൂസസും അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 15ാം ഗ്രൂപ്പ് ഇലമെന്റ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പി ബ്ലോക്കിൽ വരുന്ന 14ാം ഗ്രൂപ്പ് ഇലമെന്റ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 15ാം ഗ്രൂപ്പ് ഇലമെന്റ്സ്. ഓക്കെ, 15ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, അൾസെനിക്, ആന്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം. അപ്പൊ 15ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, അൾസെനിക്, ആന്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം. ഇതിന്റെ ഫസ്റ്റ് എലിമെന്റ് ഏതാണ്? നൈട്രജൻ ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ്? നൈട്രജൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു, നൈട്രജൻ കുടുംബം. അപ്പോൾ ഈ നമ്മുടെ 15ാം ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. 15ാം ഗ്രൂപ്പ് ഇലമെന്റ്സിനെ അറിയപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. 15ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന പ്രധാന മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, അൾസെനിക്, ആന്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം. ഓക്കെ, ഈ ഗ്രൂപ്പിന്റെ 15ാം ഗ്രൂപ്പിന്റെ എടുത്തു പറയത്ത ഒരു വലിയ സവിശേഷതയാണ് ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും അലോഹ സ്വഭാവം. ഫസ്റ്റ് വരുന്ന ഏതാണ്? അലോഹ സ്വഭാവത്തിൽ നിന്നും ഉപലോഹ സ്വഭാവത്തിലൂടെ ലോഹ സ്വഭാവത്തിൽ എത്തിച്ചേരുന്നു. അതാണ് നമ്മൾ 15ാം ഗ്രൂപ്പിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. എന്താണ്? ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും അലോഹ സ്വഭാവത്തിൽ നിന്നും ഉപലോഹ സ്വഭാവത്തിലൂടെ ലോഹ സ്വഭാവത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ ശ്രദ്ധിക്കാൻ നോക്കാം. ഫസ്റ്റ് വരുന്ന നൈട്രജനും ഫോസ്ഫറസും ഏതാണ്? ഒരു അലോഹമാണ്. അപ്പൊ ചോദിക്കാം, 15ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വരുന്ന അലോഹം ഏതൊക്കെയാണ്? നൈട്രജനും ഫോസ്ഫറസും. അതുപോലെ ഉപലോഹം നെക്സ്റ്റ് വരുന്ന അൾസെനിക്കും ആന്റിമണിയും അത് ഏതാണ്? ഉപലോഹമാണ്, ഉപലോഹമാണ് അൾസെനിക്കും ആന്റിമണിയും. നെക്സ്റ്റ് ബിസ്മിത്തും മോസ്കോവിയം ഏതാണ്? ലോഹ സ്വഭാവമാണ്, ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു, ലോഹ സ്വഭാവം. അപ്പൊ നോക്കിയേ എങ്ങനെയാ? അലോഹം, അലോഹത്തിൽ നിന്ന് ഉപലോഹം, ഉപലോഹത്തിൽ നിന്ന് ലോഹ സ്വഭാവത്തിലേക്ക് വരുന്നു. അത് തന്നെയാണ് 15ാം ഗ്രൂപ്പിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനകത്ത് 15ാം ഗ്രൂപ്പ് അറിയപ്പെടുന്ന ഏതാണ്? നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഓക്കെ, 15ാം ഗ്രൂപ്പ് ഇലമെന്റ്സ് അറിയപ്പെടുന്നത് ഏതാണ്? നൈട്രജൻ കുടുംബം. അപ്പൊ നിങ്ങൾ ഓരോ ഗ്രൂപ്പും പഠിക്കുമ്പോൾ ഫസ്റ്റ് അതിൽ വരുന്നത് ഏതാണെന്ന് നോക്കുക. അത് ഏത് കുടുംബം, ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണെന്നും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഈ നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? അല്ലെങ്കിൽ ചോദിക്കാം 15ാം ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഏതാ? കാർബൺ കുടുംബം, നൈട്രജൻ കുടുംബം. നമ്മൾ അങ്ങനെ കുറെ പഠിച്ചല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ചോദിക്കാം. അപ്പൊ നൈട്രജൻ കുടുംബം ഏതാണ്? 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഇലമെന്റ്സിനെ പൊതുവെ നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഇനി അതിൽ വരുന്ന ലാസ്റ്റ് വരുന്നത് ഏതാ? മോസ്കോവിയം, MC. അപ്പൊ മോസ്കോവിയം പ്രതീകം എത്രയാണ്? MC എന്നാണ് പ്രതീകം. അതിന്റെ ആറ്റോമിക് നമ്പർ എത്രാമത്തെയാണ്? 115ാമത്തെ ഇലമെന്റ് ആണ്. പീരിയോഡിക് ടേബിളിലെ 115ാമത്തെ
എലമെന്റ് ആണ് ഏത്? മോസ്കോവിയം. മോസ്കോവിയം എന്ന് പറയുന്നത് ഒരു കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകം. നോക്കുക, ഒരു കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഏത്? മോസ്കോവിയം. ഏതിൽ ഉൾപ്പെടുന്ന? 15ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന. അപ്പൊ 15ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മോസ്കോവിയം എന്ന് പറയുന്നത് ഒരു കൃത്രിമ റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നൈട്രജൻ. ഫസ്റ്റ് ആളാണ് നൈട്രജൻ. നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ എത്രയാണ്? നമ്മുടെ മൊത്തം ഇതിനകത്ത് നോക്കുമ്പോൾ നൈട്രജൻ്റെ എമൗണ്ട് എത്ര ശതമാനമാണ് നൈട്രജൻ ഉള്ളത്? 78% നൈട്രജനാണ്. അന്തരീക്ഷ വായുവിൽ നോക്കി കഴിയുമ്പോൾ നമ്മുടെ നൈട്രജൻ എന്തോരാണ്? 78%. 78% ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ? നൈട്രജൻ പ്രതീകം ഏതാണ്? N ആണ്. നൈട്രജന്റെ പ്രതീകം N. ഇനി മറ്റുള്ള ഈ ഗ്രൂപ്പിലെ 15ാം ഗ്രൂപ്പ് ഇലമെന്റുകൾ നമ്മൾ നോക്കുമ്പോൾ നൈട്രജന് മാത്രം വരുന്ന പ്രത്യേകതകൾ നോക്കിയേ. വലിപ്പക്കുറവ്. മറ്റുള്ള ഇലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നൈട്രജന്റെ വലിപ്പക്കുറവ്, ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി, പിന്നെ ഡി ഓർബിറ്റലുകൾ ഇല്ല. അവർക്ക് ഡി എന്ന് പറഞ്ഞ ഡി എന്ന് പറഞ്ഞ ഓർബിറ്റൽ ഇല്ല. ഓക്കെ, ഏതാണ്? ഡി ഓർബിറ്റലുകൾ ലഭ്യമല്ല. അപ്പൊ ഇത് മൂന്നുമാണ് നൈട്രജന് മാത്രം വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നോക്കാം. നമ്മൾ പറഞ്ഞു നൈട്രജൻ എന്ന് പറഞ്ഞത് 2 ആറ്റങ്ങൾ തമ്മിലുള്ള ത്രിബന്ധനം. ഏതാണ്? ത്രിബന്ധനമുള്ള ഒരു ദ്വയാറ്റോമിക തന്മാത്ര N2 അല്ലെ? ദ്വയാറ്റോമിക ത്രിബന്ധനമാണ്. തമ്മിലുള്ള ബോണ്ട് ഏതാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, 2 ആറ്റങ്ങൾ തമ്മിലുള്ള ത്രിബന്ധനമുള്ള ദ്വയാറ്റോമിക തന്മാത്രയാണ് ഏത്? നൈട്രജൻ. എത്രയാണ് നോക്കുക? ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഡൈനൈട്രജൻ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം? അതാണ് 2 പോയിന്റ് പറഞ്ഞേക്കുന്നത്. വായുവിന്റെ ദ്രവീകരണവും അംശിക സേചനവും വഴി ഡൈനൈട്രജൻ നിർമ്മിക്കാം. അപ്പൊ എങ്ങനെയാണ്? വായുവിന്റെ ദ്രവീകരണവും അംശിക സേചനവും വഴി ഡൈനൈട്രജൻ നിർമ്മിക്കാം. നെക്സ്റ്റ്, അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി എങ്ങനെയാണ്? സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിച്ച് പ്ലസ് ഏതാണ്? സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റുമായിട്ട് പ്രവർത്തിപ്പിച്ച് പരീക്ഷണശാലയിൽ ഡൈനൈട്രജൻ നിർമ്മിക്കാം. അപ്പൊ 2 രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയാണ് വായുവിന്റെ ദ്രവീകരണവും അംശിക സേചനവും വഴി ഡൈനൈട്രജൻ നിർമ്മിക്കാം. നെക്സ്റ്റ്, അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിച്ച് പരീക്ഷണശാലയിൽ ഡൈനൈട്രജൻ നിർമ്മിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ 14ാം ഗ്രൂപ്പ് എലിമെന്റ്സ് പഠിച്ചു അല്ലേ? അപ്പൊ അതിനകത്തിന്റെ സവിശേഷതകളും ഒക്കെ അതിനകത്ത് വരുന്ന ഇലമെന്റ്സും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് 15ാം ഗ്രൂപ്പ് ഇലമെന്റ്സിലേക്ക് വന്നു. 15ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു അല്ലേ? അതിൽ എന്തെന്നാ? നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന നൈട്രജന്റെയും MC മോസ്കോവിയത്തിന്റെയും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ 2-3 പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ വ്യാവസായികമായി എങ്ങനെ നമുക്ക് ഡൈനൈട്രജൻ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതും നമ്മൾ നോക്കി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് ഇതിനെ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, പീരിയോഡിക് ടേബിൾ നമ്മൾ 4ാമത്തെയാണ് എടുത്തേക്കുന്നത്. ആധുനിക പീരിയോഡിക് ടേബിൾ 4. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ കാണുക. നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.